നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ 22-ന് നടക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി അതിന് മുന്നോടിയായിട്ടുള്ള വ്രതമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം ആളുകളെ ക്ഷണിക്കുന്നതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമാണ് ഈ അക്ഷതവും ഒപ്പം തന്നെ ഈ ക്ഷണപത്രികയും ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നത്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ പോലെ ചിത്രയെ പോലുള്ള ആളുകളൊക്കെ ഈ അക്ഷതം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം വന്നിട്ടുള്ള ചില ആളുകളുടെ കമൻറ്റുകളൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആവട്ടെ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. RSS BJP രാഷ്ട്രീയ പദ്ധതിയാണത്, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച അവർ, പക്ഷേ അവരുടെ പല PCC നേതാക്കളും ഈ 22-ന് മുമ്പും പിന്നെയും അതിന് മുമ്പോ അതിന് ശേഷമോ ഉള്ള ദിവസങ്ങളിൽ അവിടെ പോയി സന്ദർശനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചില ഡെവലപ്മെൻറ്റ്സ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ദൗസേവൻ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു സാഹചര്യം എടുത്തു നോക്കാം, ഒപ്പം തന്നെ പാർട്ടികളുടെ കാര്യവും. ഇതൊരു ഒരു മസ്ജിദ് തകർത്ത ഒരു സ്ഥലത്ത് ഒരു അമ്പലം സൃഷ്ടിക്കുന്നു, അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവുകയാണ്. അത് മറ്റെല്ലാ ചരിത്ര വസ്തുതകളെയും എന്താ പറയുന്നത് ഓർമ്മയുടെ ഓരത്തേക്ക് തള്ളിവിട്ട് ഈ പുതിയ സംഗതി മാത്രം എല്ലാ അർത്ഥത്തിലും സാധാരണവൽക്കരിക്കുക, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന നിലയിലേക്ക് അത് അങ്ങനെ മാറിയെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. അല്ല, അങ്ങനെ മാറ്റുവാനുള്ള ശ്രമം, അങ്ങനെ മാറ്റുക എന്നുള്ളതിനാണ് ആത്യന്തികമായുള്ള പദ്ധതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഇതിനകത്ത് ഒരു വിശ്വാസത്തിൻ്റെ ഘടകമുണ്ട്. വിശ്വാസത്തിൻ്റെ ഘടകം എന്ന് വെച്ചാൽ ലോർഡ് ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലം, അത് അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം, ഒരു ഭവ്യ മന്ദിരം എന്നാണ്, ഭവ്യ മന്ദിരം പണിയാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമഭക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു ആഹ്ലാദവും സന്തോഷവും അവർ പങ്കുവെക്കുന്നത് അതിന് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമായൊരു വിശ്വാസത്തിൻ്റെ ഒരു സംഗതിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൽ വിശ്വാസത്തിൻ്റെ ഒരു ആ ഒരു തീവ്രതയിൽ നിന്നുകൊണ്ട് ഉള്ള സംസാരങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അത് നിഷാദ് പറഞ്ഞ പോലെ ഇതങ്ങനെ കേവലമായൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതാണ് ഇതിനെ ഒരു ചർച്ചയാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അയോധ്യ രാമൻ്റെ ജന്മസ്ഥലമാണ് എന്നുള്ളതാണല്ലോ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള അയോധ്യാപുരി അത് എന്നുള്ള നിലക്കാണ്. അതല്ല, അയോധ്യ തന്നെ രാമൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് തന്നെ ഇതല്ല, വേറെ സ്ഥലങ്ങൾ, ഹരിയാനയിലൊരു സ്ഥലമാണ് എന്ന് പറയുന്നവരുണ്ട്. ഹെറാത്താണ്, അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്താണ് എന്ന് പറയുന്നുണ്ട്. തായ്ലൻഡാണ് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ 2020 നേപ്പാളിലെ അന്നത്തെ പ്രധാനമന്ത്രി ശർമ്മ ഒലി ഒരു പ്രസ്താവന നടത്തി. ഠോറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നേപ്പാളിൽ, അതാണ് യഥാർത്ഥ രാമൻ്റെ ജന്മസ്ഥലം, രാം ജന്മഭൂമി, യഥാർത്ഥ രാം ജന്മഭൂമി അതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് അവിടെ എക്സ്കവേഷൻ നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. അത് വലിയ വിവാദമായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ BJP നേതാക്കന്മാരും ഭരണാധികാരികൾ പലരും അതിനോട്, വിദേശകാര്യ വക്താവ് തന്നെ അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ മെനി രാമായണാസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇറക്കിയുള്ള മെനി രാമായണാസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം പലതരത്തിലുള്ള രാമായണങ്ങൾ, പല സ്വഭാവത്തിലുള്ള രാമൻ, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, അതൊക്കെ വിട്ടേക്കും. വിശ്വാസപ്രകാരം ഈ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ അയോധ്യ തന്നെയാണ് രാമൻ്റെ ജന്മസ്ഥലം എന്ന് ഒരു കൂട്ടർക്ക് അങ്ങനെ വിശ്വസിക്കാം. അതിന് തെളിവ് ചോദിക്കുന്നതിലും അർത്ഥമില്ല. കാരണം എല്ലാ ആധുനിക ശാസ്ത്രവിജ്ഞാനീയങ്ങളുടെ ഉരക്കല്ല് വെച്ച് വിശ്വാസത്തെ നോക്കിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ അയോധ്യാപുരി, ഈ ഫൈസാബാദിലെ ഇന്നത്തെ അയോധ്യ തന്നെയാണ് രാമായണത്തിലെ അയോധ്യാപുരി. അവിടെ ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ നിൽക്കുന്ന ആ പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെയാണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പറയാമെന്ന് വെച്ചാൽ ബാബരി മസ്ജിദിൻ്റെ നടുവിലത്തെ താഴികക്കൂടം ഉണ്ടല്ലോ, ആ താഴികക്കൂടത്തിൻ്റെ ചുവട്ടിലാണ് രാമൻ ജനിച്ചു വീണത്. ഇതാണ് ആർഗ്യുമെൻറ്റ്. ഇങ്ങനൊരു ആർഗ്യുമെൻറ്റ് വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ആ പള്ളി പൊളിക്കുന്നത്. 400 ചില്ലാൻ വർഷം, ഏതാണ്ട് 500 വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധിച്ച ഒരു മസ്ജിദ് പൊളിക്കുന്നത്. അപ്പം അയോധ്യയിലാണ് രാമൻ്റെ ജന്മസ്ഥാനം. ആ അയോധ്യ ഈ പറയുന്ന ഇന്നത്തെ ഈ അയോധ്യ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് ഓക്കെ, അതൊരു വിശ്വാസം തന്നെ. പക്ഷേ ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ അതിൻ്റെ താഴികക്കുടത്തിൻ്റെ തൊട്ടു താഴെയാണ്. അതുകൊണ്ട് അത് പൊളിക്കണം
എന്നിട്ട് രാമനൊരു ഭവ്യ മന്ദിരം പണിയണം എന്ന് പറയുന്നതിൽ വിശ്വാസത്തേക്കാൾ ഒരു രാഷ്ട്രീയ പദ്ധതി അതിനകത്തുണ്ട്. അപ്പോൾ ആ പദ്ധതിയാണ് കഴിഞ്ഞ കുറേ കാലമായി നടപ്പിലാക്കപ്പെട്ടത്. അതിൻ്റെ അതിൽ നിർണായകമായൊരു ഘട്ടമായിരുന്നു 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു. അതിൽ മറ്റൊരു നിർണായക ഘട്ടമായിരുന്നു 2019 നവംബർ 16 മറ്റോ സുപ്രീം കോടതിയുടെ വിധി വരികയാണ്. അപ്പോൾ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അപ്പോൾ ഇത് ചന്ദ്രചൂഡ് കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് പറഞ്ഞു. അതിന് ഓതർഷിപ്പ് വേണ്ട എന്ന് ഞങ്ങൾ ഒത്തുചേർന്നെടുത്ത തീരുമാനമാണെന്ന്. ഇന്ത്യൻ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ അപൂർവമായൊരു സംഭവമായിരിക്കും അത്. ഓതർഷിപ്പ് ഇല്ലാതെ ഒരു ജഡ്ജ്മെൻറ്റ് വരികയാണ്. എന്നിട്ടോ അതിനകത്ത് പറയുന്നു പള്ളി ഒരു അമ്പലം തകർത്തിട്ടാണ് പള്ളി പണിതത് എന്നതിന് തെളിവില്ല. പള്ളി തകർത്തത് ഒരു ക്രിമിനൽ ആക്ടാണ്. പക്ഷേ ഇവിടെ അമ്പലം പണിയണം, പള്ളി വേറെ കണ്ട് കൊണ്ടുപോയി പണിതോളൂ. ഇങ്ങനെ ഒരു വിധി അപൂർവമായിട്ടുള്ള സംഭവമാണ്. അതേക്കുറിച്ച് ആ വിധി വന്ന ദിവസം ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയേഴ്സിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള രാജീവ് ധവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊരു കോടതി വിധിയല്ല, ഇതൊരു പഞ്ചായത്ത് തീർപ്പാണ്, പഞ്ചായത്ത് ഒത്തുതീർപ്പാണിത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചന്ദ്രചൂഡ് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വിധി പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റാണ് വിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതൊക്കെ കഴിയുന്നു. മുസ്ലിങ്ങൾ എന്താണ് എടുത്ത നിലപാട്? വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾക്ക് മുറിവേറ്റിരിക്കുന്നു, ഞങ്ങൾ വേദനിച്ചിരിക്കുന്നു, പക്ഷേ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആഘോഷിക്കുന്ന ആളുകൾ, അതാണല്ലോ ഇപ്പം കോൺഗ്രസ്സുകാരാണെങ്കിലും സെലിബ്രിറ്റികളാണെങ്കിലും വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഈ അർമാദത്തിൽ, ഈ ആഹ്ലാദത്തിൽ അവർ പങ്കുചേരുകയാണ്. അവരപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ജനതയെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ ഭവ്യ മന്ദിരം അവിടെ പണിതുയർത്തുന്നത് എന്നൊരു യാഥാർത്ഥ്യമെങ്കിലും അവർ ഓർക്കണം. ഇപ്പോൾ ഇന്ന് ജമിയത്തുൽ ഉലമയുടെ നേതാവ് അർഷദ് മദനിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ രാമജന്മഭൂമിയോ രാമക്ഷേത്രമോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. അവിടെ ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് മസ്ജിദ് ഉണ്ടാക്കിയത് എന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം തകർത്തിട്ടാണ് മസ്ജിദ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ അതൊരു മസ്ജിദായി പരിഗണിക്കാനേ പറ്റില്ലായിരുന്നു. ക്ഷേത്രം തകർത്തിട്ട് ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു മസ്ജിദായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ക്ഷേത്രം തകർത്തിട്ടല്ല മസ്ജിദ് ഉണ്ടാക്കിയത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, 500 വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്നു, അത് തകർക്കപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും വസ്തുതയാണ്. ഈ വസ്തുത മറക്കാൻ പറ്റില്ല. ഈ വസ്തുത ഓർത്തുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ മുറിവിനെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും, സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഇനിയും ഇതുപോലുള്ളത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതുപോലുള്ളത് സംഭവിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ, ഇപ്പം മഥുരയിലെ ഷാഹി മോസ്കിനെതിരായിട്ടുള്ള വാദം വരുന്നു, ഗ്യാൻവാവി മസ്ജിദിനെതിരായിട്ടുള്ള ക്ലെയിം വരുന്നു, കുതബ് മിനാറിനെതിരായിട്ടുള്ള ക്ലെയിം വരുന്നു. താജ്മഹൽ തേജോ മഹാലയായിരുന്നു. ഇതാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു അനീതിയുടെ മേൽ നിർമ്മിക്കപ്പെടുകയാണ് ഈ മന്ദിരം എന്നുള്ളൊരു യാഥാർത്ഥ്യം, അത് മറക്കാൻ പാടില്ല. ഒരു ജനത ഈ പ്രോസസ്സിലാകമാനം ഇന്ത്യയിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു ജനത മുറിവേറ്റിട്ടുണ്ട്. അവരെ മുറിപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തെ നമ്മൾ മായ്ച്ചു കളയുന്ന തുല്യമായിരിക്കും. ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. ലജിംസ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പായാലും ആ പരിപാടി പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നൊരു കാരണം ആ ഇവൻ്റ് RSS ഹൈജാക്ക് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. അല്ലാതെ ഇന്ത്യയുടെ ഒരു അടിസ്ഥാന ആശയത്തെ തകർക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നതല്ല അവരുടെ വിഷയം. അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് സംഗതിയെ എല്ലാവരും വിട്ടുകളഞ്ഞിട്ടുണ്ട്. ബാക്കി ചില നാമമാത്രമായ കാരണങ്ങൾ മാത്രമാണ് വിട്ടുനിൽക്കുന്നവർക്കൊരു പറയാനുള്ളത്. അല്ല, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ നിലപാട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട നിലപാടാണ്. അതിൻ്റെ കാരണം അവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു, അത് തകർക്കപ്പെട്ടതിന് ശേഷമാണ് ഈ മന്ദിർ പണിയുന്നത്. ഇപ്പോൾ റാം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ദൈവത്തിൻ്റെ പര്യായ പദമാണ്. അത് റാം എന്ന് മഹാത്മാഗാന്ധി വിളിക്കുന്നു.
രണ്ടുപേർ കാണുമ്പോൾ റാം റാം എന്ന് പറയുന്നതും എല്ലാം ദൈവമാണ്. അതിനപ്പുറം അത് ഏതെങ്കിലും വിഷ്ണുവിൻ്റെ അവതാരം എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു എപ്പിക് ക്യാരക്ടർ എന്നതിനപ്പുറം അത് ദൈവമേ എന്ന് നമ്മൾ വിളിക്കുന്ന പോലെയാണ് റാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഡീപ്പ് റൂട്ടഡാണ് റാം എന്ന് പറയുന്ന വിശ്വാസം ഉത്തരേന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാമജന്മഭൂമി മൂവ്മെൻറ്റ് തന്നെ RSS എടുത്തിടാനുള്ളൊരു കാരണം. അത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ്. രാമായണം സീരിയൽ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള റാം ആണോ ഈ രാമായണം സീരിയലും പിന്നീട് സംഘപരിവാറും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. അത് രണ്ടാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, സഞ്ജയ് റാവത്ത് ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം നേതാവാണത്. അദ്ദേഹം പറയുന്നത് മന്ദിർ വഹി ബനായെങ്കെ എന്നുള്ളതായിരുന്നു 80കളിലെ സംഘപരിവാറിൻ്റെ മുദ്രാവാക്യം. അതായത് ബാബരി മസ്ജിദ് എവിടെയാണോ നിൽക്കുന്നത് വഹി ബനായെങ്കെ അവിടെ തന്നെ നിർമ്മിക്കുമെന്നുള്ളതായിരുന്നു. അദ്ദേഹം ആരോപിക്കുന്നത് അവിടെയല്ല ഈ മന്ദിരം നിർമ്മിക്കുന്നതെന്നാണ്. എനിക്കതിൻ്റെ വസ്തുത അറിയില്ല, അത് ഫാക്ട് ചെക്ക് ഞാൻ നടത്തിയിട്ടില്ല. അതായത് ബാബരി മസ്ജിദ് തകർന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ പുതിയ മന്ദിരം നിർമ്മിക്കുന്നതാണ് സഞ്ജയ് റാവത്ത് ആരോപിക്കുന്നത്. അത് ശരിയോ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ആ മസ്ജിദ് തകർത്തത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്തിനായിരുന്നു അത് പൊളിച്ചത്? അപ്പോൾ ക്ഷേത്രം പണിയാൻ വേണ്ടിയല്ല പള്ളി പൊളിച്ചത്. പള്ളി പൊളിച്ചതിന് പിന്നിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവരുടെ പ്രൊപ്പഗണ്ടപരമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ഒന്ന്, ബാബർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നു, വേറൊരു രാജ്യത്തു നിന്ന് വന്ന ബാബർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നു, ഇവിടെ ഒരു പള്ളി പണിതു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഇത് കോൺഗ്രസ് ഇതിന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രാമക്ഷേത്രം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതായത് സംഘപരിവാർ എങ്ങനെയാണോ 48 മുതൽ ഈ പറയുന്ന രാമജന്മഭൂമി എന്ന് പറയുന്ന കോസ് മുന്നോട്ട് വെച്ചത്, അതിനെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ള അവർ സമ്മതിക്കുകയാണ്. കാരണം അവിടെ തന്നെയാണ് രാമൻ ജനിച്ചതെന്നും അവിടെ തന്നെ ക്ഷേത്രം പണിയണമെന്നുമുള്ള സംഘപരിവാറിൻ്റെ ആവശ്യത്തെ കോൺഗ്രസും ഷെയർ ചെയ്യുന്നു. അപ്പോൾ പിന്നെ കർസേവ നടന്നു, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പള്ളി പൊളിച്ചു കളഞ്ഞു, അതൊക്കെ തെറ്റായിപ്പോയി എന്ന് മാത്രമാണ് അവരുടെ പ്രശ്നമെങ്കിൽ അത് അവർ ക്ലാരിഫൈ ചെയ്യണം. ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് 90-കൾക്ക് ശേഷം, പ്രത്യേകിച്ചും ബാബരി മസ്ജിദ് ഡെമോളിഷന് ശേഷം ഇന്ത്യയിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായത്, എങ്ങനെയാണ് അവർ ജനഹൃദയങ്ങളിൽ നിന്ന് വേര് പറഞ്ഞു പോയത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിവ്യൂ അവർ നടത്തുന്നുണ്ടെങ്കിൽ അവർ കുറേ കൂടി ക്ലാരിറ്റി ഉള്ളൊരു നിലപാടിലേക്ക് വരണം. ഇപ്പോൾ ഉള്ളത് ക്ലാരിറ്റിയുള്ള നിലപാടല്ല. അതായത് ഇതൊരു RSS പ്രൊപ്പഗൻഡയാണ്, ഇപ്പോൾ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ BJP പ്രൊപ്പഗൻഡയാണ് എന്നതുകൊണ്ട് മാത്രം ഞങ്ങളതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതും, അവിടെ നടന്നിട്ടുള്ള ഇൻജസ്റ്റിസ്, ചരിത്രപരമായ അനീതി, ആ അനീതി എങ്ങനെയാണ് ഒരു കോടതി സെറ്റിൽ ചെയ്തതെന്ന് നമുക്കറിയാം. അതൊരു ജഡ്ജ്മെൻറ്റ് എന്നതിനേക്കാൾ ഉപരി അതൊരു ജഡ്ജ്മെൻ്റ് അല്ലല്ലോ. ഇപ്പോൾ ബാബരി മസ്ജിദ് ഡെമോളിഷൻ ഈ രാമജന്മഭൂമി തർക്കം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി ഒരു വിധി, ജഡ്ജ്മെൻ്റ് എന്ന് പറയാൻ കഴിയില്ല, ഒരു തർക്കപരിഹാരമാണ്. ഒരു ട്രൈബ്യൂണൽ സ്വഭാവത്തിൽ ഒരു തർക്കപരിഹാരമാണ് നടന്നിട്ടുള്ളത്. ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി, പൊളിറ്റിക്കൽ ക്ലാരിറ്റി വരുത്തിയില്ലെങ്കിൽ 90-കളിൽ കോൺഗ്രസ് ചെയ്ത അതേ അബദ്ധമാണ് ഈ ഭാരത് ജോഡോ ന്യായയാത്ര നടക്കുന്ന സമയത്തും ഈ പ്രാണപ്രതിഷ്ഠയോട് അവർ സ്വീകരിക്കുന്ന നിലപാടിൽ ആ അബദ്ധം ആവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. എനിക്കൊന്ന് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു. അത് ഈ ഡേറ്റിൽ ഇങ്ങനെ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. അവർ സംസാരിക്കുന്നത് മുസ്ലിങ്ങളോടാണ്. നിങ്ങൾ ഒരിക്കലും പ്രൊവോക്കേറ്റഡ് ആവരുത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രാണപ്രതിഷ്ഠ. കാരണം വെച്ചാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ബജ്രംഗ് പ്രവർത്തകർ അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടികൾക്കിടയിൽ കാണുന്ന എല്ലാം തച്ച് തകർക്കുന്ന വീഡിയോകൾ ഇപ്പോൾ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ വരും. ഇതെല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങളതിൽ പ്രൊവോക്ഡ് ആവരുത് എന്ന് മുസ്ലിം സമുദായത്തോട് ഈ ഇൻഫ്ലുവൻസർ പറയാം. എനിക്കത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ചതി നേരിട്ട ഒരു വിഭാഗം, ഹിസ്റ്റോറിക്കലായിട്ട് മുറിവേക്കപ്പെട്ട ഒരു വിഭാഗം, രാജ്യത്തിൻ്റെ തന്നെ സെക്യുലർ ഫാബ്രിക്കിനെ തകർത്ത് കളഞ്ഞൊരു സംഭവത്തെ തുടർന്നുണ്ടാവുന്ന ഒരു കോടതി വിധിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം, അതിനെ ഒരു ദേശീയോദ്ഗ്രഥനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വേദിയാക്കി മാറ്റും എന്ന് BJP ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട്, പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പകരം സംഘപരിവാർ സംഘടനകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ കാലുഷ്യങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ കാലുഷ്യം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പ്രാണപ്രതിഷ്ഠ പോലും ഒരു തരത്തിൽ രാഷ്ട്രീയമായ നേട്ടമായി അവർക്ക് മാറുകയുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിൽ പ്രൊവോക്ഡ് ആവരുത് എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നൊരു വാർത്ത, ഒരു ക്ഷേത്രത്തിൻ്റെ
ഘോഷയാത്ര പോവുകയാണ്. ഘോഷയാത്ര പോകുമ്പോൾ ആ ഘോഷയാത്രയ്ക്ക് നേരെ 2 കുട്ടികൾ ടീനേജേഴ്സ് തുപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തു. 2 മുസ്ലിം കുട്ടികളാണ്. അവരെ ജയിലിലടച്ചു. അവർക്ക് ജാമ്യം കിട്ടിയില്ല. അവരെ തുപ്പി എന്ന് പറഞ്ഞ് കേസെടുത്ത് ജയിലിലടച്ചു. ജയിലിലടച്ചു കഴിഞ്ഞിട്ട് ആ ജയിലിലടച്ച ഉടനെ തന്നെ ഇവരുടെ വീടുകൾ 2 ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ. പുതിയ മധ്യപ്രദേശ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയാണ്. ഈ കുട്ടികളുടെ വീട് തകർക്കുകയാണ്. ഈ തകർത്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഈ പോലീസ് ഹാജരാക്കിയ സാക്ഷികൾ പറയുകയാണ്, ഇത് പോലീസ് എഴുതി തന്നെ തയ്യാറാക്കിയൊരു പരാതിയിൽ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചാണ്, ഞങ്ങളിതൊന്നും കണ്ടിട്ടുമില്ല, അവർ തുപ്പിയത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് അവർ കൊടുക്കുകയും അവർക്ക് ജാമ്യം കിട്ടുകയും ചെയ്യുകയാണ്. ഇതാണ് ഇന്ത്യയുടെ ഒരു അവസ്ഥ. ഈ അവസ്ഥയിലാണ്, ഇങ്ങനൊരു അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, ഈ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടുള്ള അവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളവിടെ പോകും. അത് പോവാതിരിക്കുന്നുള്ള ശ്രീരാമന് വേറെ ക്ഷേത്രം ഇല്ലാത്തതുകൊണ്ടോ അവിടെ തന്നെ പോകണം എന്നുള്ളതുകൊണ്ടോ ഈ എന്തുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിട്ടുനിൽക്കുന്നത് എന്നൊരു ധ്വനി വരുന്നത് ഈ പറയുന്ന ചരിത്രപരമായ ഒരുപാട് വസ്തുതകളെ തമസ്കരിക്കുന്ന തുല്യമാണ്. കോൺഗ്രസ്സിന് ഒരുപാട് അബദ്ധങ്ങൾ ഈ കാര്യത്തിൽ പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളെ തുടർന്നാണ് അവർക്ക് തകർച്ചയുണ്ടായത്. ആ തകർച്ചയിൽ നിന്ന് തിരികെ വരാനാണ് ഈ ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുന്നതെങ്കിൽ കുറേ കൂടി ക്ലാരിറ്റി ഉള്ള ഒരു നിലപാട് അക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കണം. സെക്യുലർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, ഞങ്ങൾ സെക്യുലറാണ്, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾ, അവർ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു അഗ്നിപരീക്ഷയുടെ ഘട്ടമാണിത്. യെസ്, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിൻ്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വലിയ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷമാണെങ്കിൽ ആ രാജ്യത്ത് അതേ അവകാശങ്ങളുള്ള ഒരു വിഭാഗം മനുഷ്യർക്ക് മുറിവേറ്റതിൻ്റെ കൂടി തുടർച്ചയാണത് എന്ന് ഓർമ്മകൾ ഉണ്ടാവുക. അത് ആ ഓർമ്മ മാഞ്ഞു പോകാൻ പാടില്ലാത്ത ഒന്നാണ് എന്നാണ്.